മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ നമ്മുടെ നൂറയും ഒനിയിലും എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ന് കിരീടയുദ്ധം എന്ന ടാസ്കിൻ്റെ മൂന്നാമത്തെ റൗണ്ടാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും റൗണ്ടിൽ ഫിസിക്കൽ അറ്റാക്കുകൾ സംഭവിച്ചതുകൊണ്ടും പലർക്കും പരിക്കുകൾ സംഭവിച്ചതുകൊണ്ടും ആ ഒരു റൗണ്ട് വേറെ രീതിയിലാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ. ബിഗ് ബോസിൻ്റെ ഈ നീക്കമറിയാതെ തൊപ്പി തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ വലിയ പ്ലാനുകളൊക്കെ ഇന്നലെ രാത്രിയും ഇന്ന് പകലുമായി വീട്ടിനുള്ളിൽ നടന്നിരുന്നു. എന്തായാലും ഇന്ന് മൂന്നാമത്തെ റൗണ്ടിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് 2 പെഡസ്റ്റലുകൾക്കാണ് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ. ഒന്നാമത്തെ പെഡസ്റ്റലിൽ 1, 3 എന്നെഴുതിയ 2 ബോളുകളും നേരെ എതിർവശത്ത് രണ്ടാമത്തെ പെഡസ്റ്റലുകളായി 2, 4 എന്നെഴുതിയ ബോളുകളും ഉണ്ടാകും. ബസറടിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് സ്റ്റാൻഡ് എടുത്തതിന് ശേഷം പെഡസ്റ്റലിൽ നിന്നും 1 എന്നെഴുതിയ ബോൾ എടുത്ത് നമ്മൾ ആ സ്റ്റാൻഡിൽ വെച്ച് എതിർദിശയിലുള്ള പെഡസ്റ്റലിലേക്ക് നടക്കണം. ആ പെഡസ്റ്റലിൽ ചെന്ന് 2 എന്നെഴുതിയ ബോൾ എടുത്ത് വീണ്ടും വെച്ച് നമ്മൾ വീണ്ടും ആദ്യം തുടങ്ങിയിടത്തേക്ക് തന്നെ വരണം. അവിടെയാണല്ലോ മൂന്നാമത്തെ ബോൾ ഉള്ളത്. അങ്ങനെ 4 ബോളുകളും എടുത്തതിന് ശേഷം തന്നിരിക്കുന്ന ബൗളിൽ 4 എണ്ണവും താഴെ വീഴാതെ തന്നെ നിക്ഷേപിക്കണം. അങ്ങനെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആര് നിക്ഷേപിക്കുന്നു ആ 2 ടീമുകൾ തമ്മിലായിരിക്കും നാളത്തെ ഫൈനൽ റൗണ്ട് നടക്കുക. ഇന്നത്തെ റൗണ്ടിൽ എന്തായാലും 4 ടീമുകളാണുള്ളത്. മസ്താനി, നെവിൻ, നൂറ, ഒനിൽ ഇവർ 4 പേരുമാണ് ഇന്ന് കളിക്കാൻ പോകുന്ന റൗണ്ടിൻ്റെ ക്യാപ്റ്റന്മാർക്ക് മാത്രമേ ഈ ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കൂ. ആദ്യം എത്തിയത് ഒനിയിലായിരുന്നു. രണ്ടാമത് നമ്മുടെ മസ്താനി കളിച്ചു, മൂന്നാമത് നൂറ കളിച്ചു, 4ാമത് നെവിൻ കളിച്ചു. 4 പേര് നല്ല രീതിയിൽ കളിച്ചു. എന്നാൽ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞത് നൂറയും ഒനിയിലുമായിരുന്നു. 2 പേരും ഒരു തവണ പോലും ബോൾ നിലത്ത് കളയാതെയാണ് ഫിനിഷിംഗ് പോയിന്റിലെത്തിയത്. മസ്താനിയുടെ നിന്ന് ഒരുപാട് തവണ ബോൾ പോയി. കാരണം മസ്താനിക്ക് അതങ്ങ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നെവിൻ്റെ കയ്യിൽ നിന്നും 1, 2 പ്രാവശ്യം പോയി. അങ്ങനെ എന്തായാലും ടാസ്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. മസ്താനി ഈ ടാസ്ക് പൂർത്തിയാക്കാൻ എടുത്തത് 10 മിനിറ്റും 23 സെക്കൻഡുകളുമാണ്. നെവീൻ എടുത്തത് 3 മിനിറ്റും 4 സെക്കൻഡും. നൂറ എടുത്തത് 2 മിനിറ്റും 53 സെക്കൻഡും. അവസാനം ഒനിയിൽ എടുത്തത് വെറും 2 മിനിറ്റ് മാത്രമാണ്. അങ്ങനെ ഈ ടാസ്കിൽ ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് ഫിനിഷ് ചെയ്ത നമ്മുടെ ഒനിയിലിൻ്റെയും നൂറയുടെയും ടീമുകളാണ് നാളെ ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നൂറയുടെ ടീം എന്ന് പറഞ്ഞാൽ നൂറ, ബിന്നി, അഭിലാഷ്. ഒനിയിലിൻ്റെ ടീം ഒനിൽ, പ്രവീൺ, ആദില. ഇവർ 6 പേരും തമ്മിലുള്ള മത്സരമായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. ഈ മത്സരത്തിൽ നിന്നും ജയിക്കുന്ന 3 പേർക്കാണ് നമ്മളുടെ ബിഗ് ബോസ് പറഞ്ഞതുപോലെ 3 സൂപ്പർ പവറുകൾ കിട്ടുന്നത്. അത് ആർക്ക് കിട്ടുമെന്നറിയാൻ നാളത്തെ ലൈവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേഷനുകളുമായി വീണ്ടും വരാം.